ക്രാഫ്റ്റ് മേയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചിരട്ട വെച്ച് ചെയ്യാൻ പോണത് ഒരു ചട്ടിയും റോസാപ്പൂ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 ചിരട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ചിരട്ട നമുക്ക് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപോലെ വലിപ്പമുള്ള ചിരട്ടയായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മളൊന്ന് പൊരിപ്പിലൊക്കെ കളഞ്ഞെടുക്കുക. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ച 2 ചിരട്ട ഒരേ വലുപ്പത്തിലുള്ളതാണ് നമ്മളെടുത്താണ്. അത് ഒരുപോലെ വെച്ചുകൊണ്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഒട്ടിച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് 2 സൈഡും ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മുഴുവനായിട്ടൊരു ചിരട്ട നമ്മൾ എടുത്തതിന് വെച്ച് ഒട്ടിക്കാം. കറക്റ്റ് നേരെ വെച്ച് ഒട്ടിക്കാം. ഇനി നമുക്ക് ഈ ചെടിയുടെ തണ്ട് വെട്ടിയെടുക്കണം. അപ്പോൾ അതിന് നമ്മളൊരു വലിയ ചിരട്ടയുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയ കനത്തിൽ വെട്ടിയെടുക്കണം. ഇനി അത് നമുക്കൊരു 2-3 കഷ്ണമാക്കി എടുക്കാം. കാരണം നമുക്ക് ഒരുവിധം നേരെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് ഒട്ടിച്ച് എടുത്തേണ്ട. അപ്പോൾ അതൊന്ന് ഗ്രൈൻഡ് ചെയ്തൊന്ന് ലെവൽ ചെയ്യുക. ഒന്ന് ചെറുതായിട്ട് ഉരുട്ടി കൊടുക്കാം. ഇനി നമുക്ക് അത് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ചിരട്ട അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന്മേൽ നമുക്ക് എന്നിട്ട് ഈ ചെടി ഒട്ടിച്ചെടുക്കാം. ഒരുപാട് മുകളിലേക്ക് നിൽക്കരുത്. എടുക്കണ ചിരട്ട ഇത്തിരി താഴ്ന്ന് നിൽക്കാവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ചെടിയുടെ തണ്ട് അവിടെ ഒട്ടിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് വെട്ടിയെടുക്കണം. അപ്പോൾ അതൊരു ചിരട്ടയിൽ നിന്ന് നമുക്ക് റൗണ്ടിൽ ചുറ്റും വെട്ടിയെടുക്കാം. കുറച്ചധികം വേണം നമുക്ക്.
അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്തെടുത്തതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കറക്റ്റ് ഷേപ്പാക്കുക. ഇനി നമുക്ക് ആ ലീഫിൻ്റെ സെൻറ്ററിലും പിന്നെ സൈഡിലേക്ക് 2 പൊഴിയിട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ 2 സൈഡിലും ചെറിയ മുള്ള് പോലെ നിൽക്കാവുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു ചെറിയ തണ്ട്, ഈ ചിരട്ടയുടെ തന്നെ ചെറിയൊരു പീസ് വെട്ടിയെടുത്ത തണ്ടുമ്മയാണ് നമ്മൾ ഒട്ടിക്കണേ. ഒരില മുകളിലേക്കും 2 ഇല സൈഡിലേക്കായിട്ടാണ് നമ്മൾ ഒട്ടിക്കണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ലീഫ് ഏറെക്കുറെ നമുക്ക് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൂവ് ഉണ്ടാക്കണം. ഈ റോസാപ്പൂവ് ഉണ്ടാക്കണതിന് അതിൻ്റെ ചെറിയ ഇതളുകൾ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയതും വലുതുമായിട്ടുള്ള കുറച്ചധികം ഇതളുകൾ നമ്മളിങ്ങനെ വെട്ടിയെടുക്കണം. ഫസ്റ്റ് ഒട്ടിക്കുമ്പോൾ ചെറുതരമായിരിക്കണം, പിന്നെ ഇത്തിരി വലിപ്പം കൂട്ടി എടുത്ത് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അത് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കറക്റ്റ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മുട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് 2-3 ചിരട്ട തമ്മിൽ കൂട്ടി ഒട്ടിച്ചിട്ട് നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് മുട്ടിൻ്റെ രൂപത്തിൽ ശരിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളത് ആ മുട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു 5-6 ഒട്ടിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി നമ്മളത് പൂവ് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ മുട്ട് പോലെയുള്ളത് തുമ്പിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ ചുറ്റും ഈ ഇതളുകൾ ഒട്ടിച്ചെടുക്കണം.
ആദ്യം നമ്മൾ ചെറുതരം നോക്കി ഒട്ടിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എത്ര പൂ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അതിൻ്റെ താഴെ 2 ലീഫ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെ ഉണ്ട്. ഇനി നമുക്കത് ഒട്ടിക്കാം. അപ്പോൾ പൂവ് നമ്മൾ മുമ്പ് ഒട്ടിക്കണ്ട്. ഞാനൊരു 4 പൂവും ഒരു 2 മുട്ടും നിൽക്കാവുന്ന രീതിയിലാണത് ഉണ്ടാക്കണത്. അപ്പോൾ 3 പൂ നമ്മളിപ്പോൾ മുമ്പ് ഒട്ടിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ അടിയിൽ നിന്ന് തുടങ്ങി ലീഫ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കളർ ചെയ്യണം. കളർ ചെയ്യണതിന് വേണ്ടി മുമ്പ് തന്നെ നമ്മൾ വൈറ്റ് മൊത്തം വൈറ്റ് അടിച്ചെടുക്കുകയാണ്.
നമ്മളിത് വൈറ്റ് അടിച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളിതിൻ്റെ ലീഫിനൊരു പച്ച കളർ കൊടുക്കണം. നമ്മളത് പച്ച അടിച്ച് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളൊരു റെഡ് കളർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വൈറ്റ് പൂ മതിയെങ്കിൽ ആ വൈറ്റുമ്മ ഒന്നും കൂടി വൈറ്റ് കളർ തന്നെ അടിച്ച് ഫിനിഷ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾക്ക് ഏത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു റെഡ് കളറ് അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ചെടിച്ചട്ടിന്ന് നമുക്ക് ഒന്ന് പോളിഷ് അടിച്ചെടുക്കാം. കളർ അടിക്കേണ്ടവർക്ക് കളർ അടിക്കാം. അപ്പോൾ പോളിഷാണ് അടിക്കുന്നത്. നമ്മൾ പോളിഷ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളാരം കല്ല് ഇട്ട് കൊടുക്കണം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് ചിരട്ട വെച്ച് ചെയ്ത ഈ ഫ്ലവർ വേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.